മക്കളെ, ഗുഡ് മോർണിംഗ്. ആത്മവിശ്വാസം കൂട്ടാനുള്ള 5 മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ടീച്ചർമാർ പറഞ്ഞു തരാൻ പോകുന്നത്. ചിരിക്കൂ ചിരിക്കൂ ചിരിച്ചുകൊണ്ടേ ഇരിക്കൂ. ദേ 2 ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇവരുടെ പേരറിയാവുന്നവർ കമൻറ്റിൽ രേഖപ്പെടുത്തു. ഇത് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ കണ്ണമോനും അമലുവിനും ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് കൊടുത്താണ് കേട്ടോ. ചെറുപ്പത്തിൽ അവർക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളൊന്നും മേടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ അവർക്ക് കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ ആത്മവിശ്വാസമില്ല. പബ്ലിക് സ്പീക്കിംഗ്, ഒരുപാട് ഓഡിയൻസ് ഇരിക്കുന്ന സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പോൾ പലർക്കും കൈയും കാലും ഒക്കെ വിറച്ച് അല്ലേ, ആൾക്കാരെ കാണുമ്പോൾ ആകെ വിയർത്ത് പിന്നെ പ്രസംഗിക്കാനാണെങ്കിൽ ഒട്ടും പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പെർഫോം ചെയ്യാനാണെങ്കിൽ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ആത്മവിശ്വാസക്കുറവ് ഒരുപാട് പേര് നേരിടുന്നൊരു പ്രശ്നമാണ്. വിൽ സ്മിത്തിൻ്റെ, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള മൂവി സ്റ്റാർ ആയിട്ടുള്ള വിൽ സ്മിത്തിൻ്റെ കഥ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം പബ്ലിക് സ്പീക്കിങ്ങിനെ ഭയപ്പെട്ടിരുന്നു. പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് വളരെയധികം പേടിയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഫിഡൻസ് കൂടാനായിട്ട് അദ്ദേഹം എന്തിനെയാണോ ഭയക്കുന്നത് അത് അദ്ദേഹം വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങി. നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ പേടിയാണെങ്കിൽ ആദ്യം ഒരു ബേബി സ്റ്റെപ്പ് എടുക്കൂ. കാല് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുക. വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ ഒന്ന് അറിയണ്ടേ. പതുക്കെ പതുക്കെ വെള്ളത്തിൽ കുറച്ച് നേരം കാലിട്ടിരുന്ന് മെല്ലെ 1-2 സ്റ്റെപ്പ് വെച്ച് പതുക്കെ ഇറങ്ങി അങ്ങനെ 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 ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ആ പേടി മാറി കിട്ടും. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പേടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഫേസ് കാണിക്കാതെ ഒരു വീഡിയോ ഇട്ട് നോക്കൂ. പിന്നെ മെല്ലെ 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 എന്ത് ചെയ്യുക, ഫേസ് കാണിച്ച് വീഡിയോ ഇടും. അങ്ങനെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കേട്ടോ. കോൺഫിഡൻസ് കൂടാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി മാറ്റുക. എനിക്കൊന്നും ചെയ്യാൻ ആത്മവിശ്വാസമില്ല, ഞാൻ എന്തു ചെയ്താലും പരാജയപ്പെടും, ഞാനേ ഒരു ലോക തോൽവിയാണ്, എനിക്ക് തീരെ ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, ഇതാണോ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തിരിച്ചു പറ, എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും എനിക്ക് ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് വിജയം ലഭിക്കും. ഇങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ആഘോഷിക്കും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിക്ടറീസ് ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ് കിട്ടുമ്പോൾ നിങ്ങൾ അതിനകത്തൊക്കെ സന്തോഷം കണ്ടെത്തി അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുക. ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിശ്വസിക്കും, യെസ്, ഇഫ് ഐ കൻ ഡു ദിസ്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും ചെയ്യാൻ പറ്റും, ഇതും ചെയ്യാൻ പറ്റും, ഇതും ചെയ്യാൻ പറ്റും. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ചേഞ്ച് യുവർ ബോഡി ലാംഗ്വേജ്. പലരെയും കണ്ടിട്ടില്ലേ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മൊത്തം എടുത്ത് തലയിൽ വെച്ചിട്ട് അവർ തല കുമ്പിട്ട് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ നടക്കുന്ന കാണാം. പല മനുഷ്യരെയും നോക്കിയാൽ, ഞാനിങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ മനുഷ്യരെയും ഒബ്സർവ് ചെയ്യും. ഞാനിങ്ങനെ ഓരോ മനുഷ്യരുടെയും മനസ്സ് പഠിക്കാനായിട്ട് ഒരുപാട് ഈ മേഖലയിൽ റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഓരോ മനുഷ്യരുടെയും മനസ്സ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ചിന്താരീതികളെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി മനസ്സിലാക്കാറുണ്ട്. പല മനുഷ്യരും ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട്, അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ കൊണ്ട് അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വശം കെട്ട് തലയും കുപ്പിട്ട് സങ്കടപ്പെട്ട് നടക്കുന്ന കാണാം. മക്കളെ, ഇന്നു മുതൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ചെയ്യ്. തല ഉയർത്തിപ്പിടിച്ച് നടക്കുക. നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? നിങ്ങൾ സത്യസന്ധതയുടെ പാതയിലാണ് ജീവിക്കുന്നതെങ്കിൽ, നന്മയുടെ പാതയിലാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് ധൈര്യപൂർവ്വം വേണം നടക്കാൻ കേട്ടോ. ഒരു സിംഹക്കുട്ടി ആദ്യം അത് വേട്ടയാടുന്ന സമയത്ത് അതിന് ചിലപ്പോൾ അത് ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ഇരയെ വേട്ടയാടി പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ആക്ഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്ന കാര്യം അതിന് ആഗ്രഹിക്കുന്ന പോലെ ഇരയെ വേട്ടയാടാനായിട്ട് പറ്റും എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് ഒന്നും ആവില്ല. നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക. പലരും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ, അയ്യോ അവരൊക്കെ സക്സസ്ഫുള്ളായി, അവർ മാസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, അവരൊരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ പോകുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫും അവരുടെ ലൈഫുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ സക്സസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, അവരുടെ സ്ട്രഗിൾസ് നിങ്ങൾ കാണുന്നില്ല. സോഷ്യൽ മീഡിയയിലെ വീഡിയോയിലൂടെ ആളുകൾ അവരുടെ ലൈഫിലെ നല്ല വശങ്ങൾ മാത്രമേ നമുക്ക് കാട്ടിത്തരുന്നുള്ളൂ. അവരുടെ ലൈഫിൽ അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, അവരുടെ മെൻ്റൽ ട്രോമാസ്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ നോക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഫാമിലീസ് ആയിട്ട് തോന്നും. പക്ഷേ അതിൻ്റെയൊക്കെ പിറകിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ലൈഫിലും പരീക്ഷണങ്ങളും അതുപോലെ തന്നെ അത് തരണം ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ചെയ്ത് എനിക്കൊരു കാര്യം ചെയ്യാനും ആത്മവിശ്വാസമല്ല, ഞാനൊന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല കേട്ടോ.
അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ചെയ്യാനായിട്ട് ഭയം തോന്നുന്നത്, നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതുക. എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ്, അല്ലെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുന്നില്ല, ബിസിനസ് തുടങ്ങാനുള്ള ആത്മവിശ്വാസം ഇല്ല, എനിക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഇല്ല, എന്താണ് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ പറ്റാത്തത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ച് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കാം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ആദ്യത്തെ ഒരു കസ്റ്റമറെ കണ്ടെത്തുക, രണ്ടാമത്തെ ഒരു കസ്റ്റമറെ കണ്ടെത്തുക. ഇപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ വളരെയധികം എക്സ്പേർട്ട്, 5 വർഷം നമ്മൾ ഒരു മേഖലയിൽ 5 വർഷം നിന്ന് കഴിഞ്ഞാൽ ആ മേഖലയിൽ നമ്മളൊരു പ്രോയാണ്, എക്സ്പേർട്ടാണ്. അപ്പം ഇന്നിപ്പോൾ എവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. കാര്യം എന്താ, 5 വർഷമായിട്ട് എല്ലാ ദിവസവും എവരി സിംഗിൾ ഡേ നമ്മൾ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യകാലത്തെ ക്ലാസ്സിൽ നമുക്ക് അത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെയാണ് മക്കളെ, എല്ലാ കാര്യവും തുടങ്ങുമ്പോൾ നമുക്കൊരിച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ആ ഫീൽഡിൽ വിജയിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ നിമിഷം മുതൽ എനിക്ക് ആത്മവിശ്വാസമില്ല, എനിക്ക് ഒരു കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട്, ഐ എം കോൺഫിഡൻറ്റ് എന്ന് ചിന്തിക്കുക. അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കമൻറ്റിൽ ഐ എം കോൺഫിഡൻറ്റ് എന്ന് രേഖപ്പെടുത്തുക. നാളത്തെ വീഡിയോയിലൂടെ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.